ലിക്കോവ ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ലിസി കോര. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ഹോം മെയ്ഡ് ചോക്ലേറ്റാണ്. വളരെ എളുപ്പത്തിൽ മായമില്ലാതെ നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റോടു കൂടിയ ഒരു ചോക്ലേറ്റാണ് ഉണ്ടാക്കുന്നത്. നമുക്കിനി വീഡിയോയിലേക്ക് കടന്നാലോ. ചോക്ലേറ്റിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് മിൽക്ക് പൗഡർ, രണ്ടാമത് പഞ്ചസാരപ്പൊടി, മൂന്നാമത് വെളിച്ചെണ്ണ, 4 വാനില എസൻസ്. ഇനി എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനിയും നമുക്ക് മിക്സ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് 2 സ്പൂൺ മിൽക്ക് പൗഡർ, 2 സ്പൂൺ മിൽക്ക് പൗഡർ. അതേ അളവിൽ തന്നെയാണ് പഞ്ചസാര പൊടിയും ചേർക്കേണ്ടത്. മധുരം കൂടുതൽ വേണമെന്നവർക്ക് കുറച്ച് കൂടുതൽ ചേർക്കാം. ഞാൻ 2 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. 2 സ്പൂൺ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പൊടി ചെറുതായിട്ട് കട്ടയും ഒക്കെ ഉള്ളത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. പൊടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് ചേർക്കേണ്ടതാണ് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഞാനൊരു 3/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു സ്പൂൺ വേണ്ട, ഒരു ചെറിയ ഒരു 1/4 സ്പൂണോളം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. സ്റ്റൗ കത്തിച്ച് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളയ്ക്കുമ്പോൾ അതിനകത്താണ് ഈ മിക്സ്ചർ ഇറക്കി വെച്ച് നമുക്ക് ചൂടാക്കിയെടുക്കേണ്ടത്. വെള്ളം ചൂടായി വരുന്നുണ്ട്. നമ്മുടെ വെള്ളം തിളച്ചു തുടങ്ങി. നമുക്ക് ഈ മിക്സ്ചർ ഇതിനകത്തോട്ട് ഇറക്കി വെക്കാം. ഇറക്കി വെച്ച് ഒരു 2 മിനിറ്റോളം നമ്മളത് ചൂടാക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ മിക്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതൊരു 3-4 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തതാണ്. ഇങ്ങനെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ വേണം നമ്മൾ ഇത് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് മിക്സ്ചർ റെഡിയാണ്. ഞാനതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിൽ ഒരു ഭാഗം ഞാൻ 1 സ്പൂൺ കൊക്കോ പൗഡർ കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റായി. കൊക്കോ പൗഡർ ചേർക്കാത്തത് മിൽക്ക് ചോക്ലേറ്റ്. അത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഫ്രിഡ്ജിനകത്ത് വെക്കുന്ന ഐസ് വെക്കുന്ന ട്രേ കാണുമെന്ന് വിചാരിക്കുന്നു. അതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് ഫ്രിഡ്ജിനകത്തിൽ വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ വെക്കുക. ഫ്രീസറിലാണെങ്കിൽ ഒരു 1/2 മണിക്കൂർ വെച്ചാൽ മതി. നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം.
അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് റെഡിയായി. ഇത് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ വെക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലതാണ്, എളുപ്പമാണ്. കുഞ്ഞുങ്ങൾക്ക് ഈസി ആയിട്ട് വീട്ടിൽ ചോക്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. എത്ര പെട്ടെന്ന് നോക്കൂ, അടിപൊളി ചോക്ലേറ്റ് റെഡിയാണ്. ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. എത്ര പെട്ടെന്ന് നമുക്ക് മായമില്ലാതെ മാർക്കറ്റിൽ കിട്ടുന്നതിനെക്കാട്ടി വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് നല്ല ചോക്ലേറ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പവുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.